ഈ വി ഡി സതീശൻ ശക്തമായി പറയുന്നു 100 സീറ്റ് പിടിക്കും, അടുത്ത നിയമസഭാ ഇലക്ഷനിൽ 100 സീറ്റ് പിടിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. വെള്ളാപ്പള്ളിയെ വെല്ലുവിളിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. അതായത് ഇലക്ഷൻ എങ്ങനെ വിജയിപ്പിച്ചെടുക്കാമെന്ന് നല്ല ബോധ്യമുള്ള ആളാണ്, തെളിയിച്ചു കഴിഞ്ഞ ആളാണ്. അത് നമ്മൾ ബൈ ഇലക്ഷനിലെല്ലാം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഒരു പുതിയ വാർത്ത, അത് മീഡിയയിലൊന്നും വന്നിട്ടില്ല, വാർത്ത പരക്കുന്നുണ്ട്. അതായത് എറണാകുളം പൊതുവെ കോൺഗ്രസ് അനുകൂല മണ്ഡലമാണ്, അറിയാമല്ലോ, ജില്ലയാണ്. അവിടെ 14 നിയമസഭാ മണ്ഡലങ്ങൾ. ഇവിടെ പലപ്പോഴും 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന, രാഷ്ട്രീയ പാർട്ടി എന്ന് വിളിക്കാമെന്ന് അറിയില്ല, അവരെ കൊണ്ട് സ്ഥാനാർത്ഥികളെ ഒരു 8 സ്ഥലത്ത് നിർത്തും. അവർ കുന്നത്തുനാട് 40,000 വോട്ട് പിടിച്ചതാണ്. പെരുമ്പാവൂർ 20,000, ചില സ്ഥലത്ത് 8,000-ഉം 10,000-ഉം ഒക്കെ പിടിക്കുന്നത്. ഇത് പലപ്പോഴും UDF സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് കാരണം. അങ്ങനെയാണ് LDFന് ഇവിടെ ഒരു മേൽക്കൈ ഉണ്ടായത്. ഇപ്പോൾ ഞാൻ കേൾക്കുന്നത്, അത് ഒരു രഹസ്യ അറിവാണ്, എത്രത്തോളം ചിലപ്പോൾ വി ഡി സതീശനായോട് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. 2020 സാബു ജേക്കബുമായിട്ടൊരു ചർച്ച നടന്നു. 2020ക്ക് 2 സീറ്റ് കൊടുക്കുക, കൂടെ നിർത്തിക്കൊണ്ട് എറണാകുളത്തുള്ള 14 മണ്ഡലങ്ങളും പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത് കേൾക്കുന്നു. പക്ഷെ എങ്ങനെ നോക്കിക്കാണുന്നത് ശരിയാകും? സാധ്യത കാണുന്നുണ്ട് സാർ, പല കാരണങ്ങളാൽ. സാർ ഇപ്പോൾ പറഞ്ഞു വന്നപ്പോഴാണ് ഒരുപക്ഷെ മലയാളത്തിലൊരു മാധ്യമം ആദ്യമായിട്ട് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് നമ്മളായിരിക്കും. പക്ഷെ സാർ അത് ഉന്നയിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഈ സാഹചര്യ തെളിവുകളൊക്കെ നോക്കുമ്പോൾ സാധ്യത വളരെ കൂടുതലാണ്. ഒന്ന്, സാബു ജേക്കബ് അദ്ദേഹത്തിൻ്റെ ഈ അന്യസംസ്ഥാന മോഹങ്ങളൊക്കെ പതുക്കെ ഉപേക്ഷിച്ച് കേരളത്തിൽ റീസെറ്റിൽ ചെയ്തിരിക്കുന്നു. അതെ, സമീപകാലത്ത് എന്നെ ഞെട്ടിച്ചൊരു വാർത്തയാണത്, വളരെ കൗതുകം നിറഞ്ഞൊരു വാർത്ത. ഇപ്പോൾ സാറ് പറയുമ്പോൾ അതിനകത്ത് ഒരു രാഷ്ട്രീയ അജണ്ട കൂടി ഉണ്ട്, ഒന്നാമത്. 2, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പേ ആം ആദ്മി പാർട്ടിയുമായി ഒരു മുന്നണി ഉണ്ടാക്കാൻ ശ്രമം നടത്തിയിട്ട് അത് വിജയിച്ചില്ല. അപ്പം അതിൻ്റെ അർത്ഥം 2020ക്ക് ഒരു മുന്നണി രാഷ്ട്രീയ താല്പര്യം ഉണ്ട് എന്ന് വെളിപ്പെടുന്നു. താല്പര്യം ഉണ്ടാവും, പക്ഷേ വ്യവസ്ഥാപിത രാഷ്ട്രീയക്കാരെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് 2020 സാമൂഹികമുണ്ടാകുന്നത്. അതായത് വ്യവസ്ഥാപിത രാഷ്ട്രീയക്കാരെല്ലാം കുഴപ്പക്കാരാണ്. അതായത് കോൺഗ്രസിൽ തന്നെ ബെന്നി ബെഹനാനോട് എതിർപ്പുണ്ടായിരുന്നു. നമ്മുടെ മരിച്ചുപോയ PT തോമസുമായിട്ട് ഭയങ്കരമായ ശത്രുതയുണ്ടായിരുന്നു. അവരാണ് ഇവരെ തകർക്കാൻ ശ്രമിച്ചത്, ഇവർ രണ്ടുപേരും കൂടിയാണ് എന്ന് പറയുന്ന ചില പ്രസ്താവനകൾ സാബു ജേക്കബിൻ്റെതായിട്ട് വന്നിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസുമായിട്ട് പിന്നെ രാഷ്ട്രീയക്കാർക്ക് അങ്ങനെയൊന്നുമില്ല. തീർച്ചയായിട്ടും സ്ഥായിയായ വിരോധമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ബെന്നി ബെഹൻ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഈ എന്തായിരുന്നു 2020യുടെ ഒരു ഭരിക്കുന്ന അവിടെ ഒരു കിഴക്കമ്പലം അല്ലേ, അതെ, ആ പഞ്ചായത്തിലും അതിന്റെ പരിസരത്തും ഉണ്ടായ ചില ഇഷ്യൂസും അദ്ദേഹത്തിന്റെ ഈ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട പൊല്യൂഷൻ ഉണ്ടാകുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസിൽ അദ്ദേഹത്തെ വല്ലാതെ ഉപദ്രവിച്ച കൂട്ടത്തിൽ ഒന്ന് VC ശ്രീനിജൻ ആണ്. രണ്ടാമത്തെ, അപ്പൊ അത് CPMന്റെ കണക്കിൽ എഴുതാമെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സാബുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് അദ്ദേഹമാണ്. അപ്പൊ അത് CPMന്റെ കണക്കിലാണെങ്കിൽ, ഇപ്പുറത്ത് ബെന്നി ബെഹനാൻ രാഷ്ട്രീയമായി അദ്ദേഹത്തെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു പല കാരണങ്ങളാൽ വളർന്നു വന്നൊരു ശത്രുതയുണ്ട്. ഇവിടെ സജീന്ദ്രൻ ഉണ്ടല്ലോ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. സജീന്ദ്രൻ കുന്നത്തുനാട് തോക്കാൻ കാരണം 2020യുടെ സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായിട്ടും 40,000-ലധികം വോട്ട് പിടിച്ചു വന്നു കാൻഡിഡേറ്റ്. അപ്പം സജീന്ദ്രന് അതിന്റെ ദേഷ്യമുണ്ട്, ഉള്ളിലുണ്ട്, ഉണ്ടാവും. പിന്നെ അതൊരു SC/ST മണ്ഡലമാണ്. അപ്പോൾ സജീന്ദ്രനെ വേറെ എവിടേക്കെങ്കിലും മാറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ അതിൽ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെയാണെങ്കിലും അതിൽ നിന്നൊരു പാഠം കൂടി പഠിച്ചു. ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെന്നി ബെഹനാനെതിരായിട്ട് 2020 ചാലക്കുടിയിൽ മത്സരിച്ചല്ലോ. പക്ഷെ അതിൽ നിന്നൊരു പാഠം കൂടി അവർ പഠിച്ചിട്ടുണ്ടാവും. കേരളം ഈ മുഖ്യധാര രാഷ്ട്രീയത്താൽ ഡിവൈഡഡ് ആണ്, അതെ, ഡീപ്പ് റൂട്ടഡ് ആണ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമുണ്ട്. ഞാൻ ഈ ആം ആദ്മി പാർട്ടിക്കാരോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ താൽക്കാലിക രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ അത്ര വേഗത്തിൽ കേരളം ഏറ്റെടുക്കില്ല. കാരണം ആഴത്തിൽ വേരുകളുള്ളതാണ് ഇവിടുത്തെ 2 മുന്നണിയുടെയും രാഷ്ട്രീയം. അപ്പൊ അത് എളുപ്പമല്ല. അപ്പോൾ ഡൽഹിയിൽ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ, ഡൽഹിയിൽ മണ്ണിൽ വേരൂന്നിയ ആളുകൾ രാഷ്ട്രീയക്കാരും കുറവാണ് അവിടെ. അപ്പൊ അതുപോലെ അല്ല എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പോൾ ചാലക്കുടിയിൽ നിന്ന് ഇവർ പഠിച്ചൊരു പാഠമുണ്ട് 2020. അതുകൊണ്ട് ആരോടെങ്കിലും ഒന്ന് കൂടെ നിൽക്കേണ്ടതുണ്ട്. വേറെ ഒന്ന് അവർ പഠിച്ചിട്ടുള്ളത് ഞാൻ കണ്ടതാണ്, സാറോ എന്നെ ഓർമ്മയുണ്ടാവും. ഏറ്റവും ഒടുവിലത്തെ അവിടുത്തെ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2020 തോന്നുന്നു, ഈ നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുമ്പോൾ 2020ക്ക് വോട്ട് ചെയ്യാൻ വന്ന ഒരു കുടുംബത്തിനെ സന്ധ്യാനേരത്ത് വോട്ടിംഗ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ്
ഇവരെല്ലാവരും കൂടി അടിച്ചോടിച്ചു. UDF, LDF, BJP ഒക്കെ ചേർന്ന് ഒറ്റ. അപ്പോ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഈ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നല്ലാതെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ സംഭവിച്ചൊരു കാര്യമുണ്ട്. 2020 അവിടെ ഒരു മനോഹരമായ ബസ് സ്റ്റേഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. വായിച്ചിരുന്നോ സാർ? ഇല്ല. അതായത് എന്താണ്, ലോക നിലവാരത്തിലുള്ള AC ബസ് സ്റ്റേഷന്റെ സ്റ്റാൻഡ് അവിടെ രണ്ടാമത്തെ നിലയിൽ സൗജന്യമായി AC റെസ്റ്റോറന്റ് ഭക്ഷണം കഴിക്കുക. എവിടെ നിന്ന് വരുന്നവർക്ക് ഭക്ഷണം കഴിക്കുക സൗജന്യമാണ്. ഗംഭീരമായ കൺസെപ്റ്റാണത്. ആ കൺസെപ്റ്റ് എല്ലാം പണി തീർന്നു. ഈ സമയത്ത് CPM-കാർ അവിടെ വന്ന് ഇതെല്ലാം തച്ചടച്ചിട്ട് അവിടെ ബോർഡ് വെച്ചു, ബസ്സുകൾ കയറിപ്പോകാൻ അനുവദിച്ചു. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡും അങ്ങനെ ഒരു സംവിധാനവും വന്നു കഴിഞ്ഞാൽ വീണ്ടും 2020 വളരും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ സാബു ജേക്കബ് ഉറപ്പായും തീരുമാനിച്ചിട്ടുണ്ടാകും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിൽക്കണം. അതായത് CPM-ന്റെ കൂടെ പറ്റില്ല. കാരണം അത്ര പരസ്യമായിട്ട് പിണറായി വെല്ലുവിളിച്ചിരിക്കും. പിണറായിയുടെ ആത്മാർത്ഥ സുഹൃത്ത്. പിണറായി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ സാബു ജേക്കബ് ആയിരുന്നു കൂടെ പോയിരുന്നതെന്ന് വരെ അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട്. അല്ല, അതൊക്കെ ഈ നന്ദികേടാണ്. മാത്രമല്ല ഇവർക്കൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു CPM പൊളിറ്റിക്സിൽ ഈ പിണറായിസം എന്ന് നമ്മൾ വിളിക്കുന്ന പ്രതിഭാസത്തിന്റെ ഒരു പ്രത്യേകത, അടിസ്ഥാന പ്രത്യേകത നന്ദികേടാണ്. ആരാണ് എന്നെ ഇത്രയും വരെ എത്തിച്ചത്, ആരാണ് ഈ മൂവ്മെന്റിന്റെ ഇന്നലത്തെ സഹായികൾ എന്നതൊക്കെ മറന്നു പോകുന്നവര്. പിന്നെ ഒന്നുള്ളത്, ഈ മുതലാളിമാരുടെ പണം വേണം. മുതലാളി പിന്നെ നിലനിൽക്കാൻ പാടില്ല. ആലോചിച്ചു, നിലനിൽക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, ഈ പാവപ്പെട്ട മനുഷ്യരുണ്ടല്ലോ CPM-ന്റെ അംഗങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, അവരുടെ മുമ്പിൽ മുതലാളിമാരെല്ലാം മാറ്റി നിർത്തപ്പെടേണ്ടവരാണ്. അവർ കൈത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെടേണ്ടവരാണെന്ന് പറയുകയും മറുവഴിയിലൂടെ പോയി അവരുടെ വീട്ടിൽ അത്താഴ് വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്യും. ആ CPM പൊളിറ്റിക്സ് ആണ് ഇപ്പൊ നടക്കുന്നത്. അതെ, ആ ഹിപ്പോക്രസി ജനങ്ങളെ ഏതാണ്ട് ബോധ്യപ്പെട്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സാബുവും കൂട്ടരും 2020 കേരളത്തിൽ മുന്നോട്ട് വെച്ചത് ഒരു ബദൽ രാഷ്ട്രീയ സംസ്കാരം കൂടിയാണ്. അതെ, ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഫാസിസ്റ്റ് സമീപനമുണ്ട്, പൊളിറ്റിക്കൽ മാഫിയ. രണ്ട് അപകടമാണ് അവരുണ്ടാക്കുന്നത്. ഒന്ന്, ഇവർ ഫാസിസ്റ്റ് രീതിയിൽ പെരുമാറുക, അവർ മാത്രം ശരി, രാജ്യത്ത് എന്ത് നടക്കണമെങ്കിലും ഞങ്ങൾ തീരുമാനിക്കണം, ഞങ്ങളിലൂടെ വേണം. ആ ഫ്യൂഡൽ മാടമ്പിത്തരമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു. മാത്രമല്ല ഈ 2020 മനുഷ്യൻ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. 4 ലോക്കൽ ബോർഡ്, 4 പഞ്ചായത്തുകൾ അവർ ഭരിക്കുന്നു. ആ പഞ്ചായത്തുകളിൽ കുന്നത്തനാട് പഞ്ചായത്ത് ഏതാണ്ട് 12 കോടി രൂപ കടമായിരുന്ന ഒരു പഞ്ചായത്തിൽ 20 കോടി രൂപ ലാഭകരമാക്കി കൊണ്ടുവന്നു. അത് മാത്രമല്ല, അവിടെ പഞ്ചായത്തിൽ പോയ ഒരാൾ എന്നോട് പറയുമായിരുന്നു, അവിടുന്ന് പോയി ഏതാണ്ട് ഈ ടൂറിസ്റ്റുകൾ പോകുന്നത് പോലെ ഒരു 10-12 പേര് അവർ കാണാൻ പോയി. 2 പേരെ സ്ഥിരമായിട്ട് 2 മെമ്പർമാർ എല്ലാ ദിവസവും ഈ 2 പേര് മാറി മാറി അവിടെ ഉണ്ടാവണം പഞ്ചായത്തിൽ. തീർച്ചയായിട്ടും അവിടെ വരുന്ന ഒരു അംഗത്തിന് പ്രശ്നമുണ്ടെങ്കിൽ സൗജന്യ ഫോട്ടോസ്റ്റാറ്റ്, സൗജന്യമായി ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അന്നത്തെ ദിവസം അവർക്ക് അത് പരിഹരിച്ച് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ കടലാസ് അവരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കും. ആ സംവിധാനം തീർച്ചയായിട്ടും ഒരു ഏതാനും ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് 1-2 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്ന് ആ ഒരു സംസ്കാരം ഉണ്ടല്ലോ, ആ ഒരു രീതിശാസ്ത്രം, ആ ഒരു മെത്തഡോളജി ഇന്ത്യയിൽ ഇപ്പൊ കേരളത്തിലെ കുറേയേറെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കെങ്കിലും വികസിപ്പിച്ചാൽ അത് കേരളത്തിൽ പുതിയ അവബോധം ഉണ്ടാക്കും സാർ. അല്ല, ഇപ്പൊ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായാൽ, UDF ആയിട്ട് ഒരു അലയൻസ് ഉണ്ടായാൽ ലോക്കൽ ബോഡിയിൽ അത് റിഫ്ലക്ട് ചെയ്യും. പല സ്ഥലങ്ങളിലും കിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞത് കോട്ടയത്ത് തന്നെ ഏറ്റുമാനൊരു വലിയ ഓഫീസും 2020 എടുത്തിരിക്കുന്നു. എൻ്റെ ഒരു സുഹൃത്താണ് അതിന്റെ മണ്ഡലം പ്രസിഡന്റായിട്ട്. അവർ എൻ്റെ പഞ്ചായത്ത് എന്ന് പറഞ്ഞ ആർപ്പുക്കര പഞ്ചായത്ത്, അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുക. അവിടെ പല കൺവെൻഷനും കഴിഞ്ഞു. അപ്പോൾ ജനങ്ങൾക്ക് അവർ കൊടുക്കുന്നത് 2020 മാതൃകയാണ്, കുന്നത്തുനാടിന്റെ മാതൃക. അതെ, അതൊരു പുതിയ മുദ്രാവാക്യം കൂടിയാണ്. കേരളത്തിന്റെ ഒരു സമാശ്വാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും പറയുന്ന നമ്മളെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് ലോക്കൽ ബോഡി ഇലക്ഷൻ അല്ലേ 2025, അത് വരട്ടെ, അതും സ്റ്റേറ്റ് ഇലക്ഷൻ തമ്മിൽ ഒരിക്കലും ബന്ധം ഉണ്ടാവില്ല എന്നാ, അതും മാറ്റിപ്പണിയാൻ പോകും. 2020 ഈ വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇടപെട്ടാൽ അത് തീർച്ചയായിട്ടും കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കും. നമുക്ക് അങ്ങനെ മാറ്റമുണ്ടായി ജനങ്ങൾക്ക് ഗുണമുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് 2020യോട് ഇപ്പൊ ഇടതുപക്ഷത്തെ നമ്മൾ സ്നേഹിച്ചാൽ പോലും 2020യോട് ഇപ്പൊ നിങ്ങൾ ഇടതുപക്ഷം സഹായിക്കാൻ പറയാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല. അത്രയേറെ ഇടതുപക്ഷം നശിപ്പിക്കുകയും. ഒരു കോർപ്പറേറ്റ് ആളാണ് സാബു ജേക്കബ് എന്ന് പറഞ്ഞാൽ അയാൾ ആരുടെയും പോക്കറ്റിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പോകില്ല. ഇല്ല എന്ന് മാത്രമല്ല, അയാളുടെ ഉൾപ്പെടെയുള്ളവരുടെ CSR ഫണ്ടാണ് ഇവർ വലിയ തോതിൽ വെട്ടിക്കുന്നത്. അത് മാത്രം ശാസ്ത്രീയമായിട്ട് വിനിയോഗിക്കുകയാണ് ചെയ്യുന്നുള്ളൂ. അവിടെ CSR ഫണ്ട് കൊണ്ട് കുന്നത്തനാട് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കിയിരുന്നു. പാലിന് 5 രൂപ, വെളിച്ചെണ്ണയ്ക്ക് 44 സാറേ. അത് പക്ഷേ പൂട്ടിച്ചു. അതാണ് ഇവർ ചെയ്യുന്ന സേവനം. അതാണ്. ആർക്ക് വേണ്ടിയാണ് ഇവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്നാണ് ചോദ്യം. അടിസ്ഥാന വർഗത്തിന് വേണ്ടിയാണോ,
ആണെങ്കിൽ സാബു ജേക്കബ് ചെയ്യുന്ന സേവനങ്ങളെ എന്തുകൊണ്ട് ഇവർക്ക് അംഗീകരിക്കാൻ അവിടെ പറ്റും? പാതി വിലയ്ക്ക് മെഡിക്കൽ സ്റ്റോറിൽ മരുന്നുകൾ, ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. അതെ, അതുപോലെ 2020 എന്ന് പേര് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അവിടെ പ്രശ്നം ഉണ്ടാക്കി. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ ഇടതുപക്ഷത്തെ സഹായിക്കണമെന്ന് 2020യോട് പറയാൻ ഇപ്പോൾ എന്തായാലും നിവൃത്തിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ UDF, ഈ LDF UDF ആണല്ലോ നമ്മുടെ രണ്ട് ദ്വന്ദ്വങ്ങൾ. UDF ആത്മാർത്ഥമായി VD സതീശനെ പോലുള്ള ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ 2020യെ കൂടി ചേർത്തുകൊണ്ട് ഒരു ബദൽ രാഷ്ട്രീയ സംസ്കാരം കേരളത്തിൽ കാണിക്കുന്നുവെങ്കിൽ അത് മികച്ച മാതൃകയാവും എന്ന് പ്രതീക്ഷയോടെ നമുക്ക് അതിനെ സ്വാഗതം ചെയ്യാം. ഓക്കെ സാർ.